ഹലോ, വെൽക്കം ടു ഹോംലി ഹോം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്, ബട്ടർസ്കോച്ച് സേമിയ പായസം. അപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണിത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്നൊരു മീഡിയത്തിലേക്കാക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഈ ഷുഗർ നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഷുഗറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ബട്ടറൊക്കെ ഇവിടെ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് നമ്മുടെ പായസത്തിന് ഒരു നല്ലൊരു പ്രത്യേക ഒരു ബ്രൗണിഷ് ഷെയ്ഡൂടെ കൊടുക്കും. അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് 10 സെക്കൻഡ്സ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സേമിയ ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 ലിറ്റർ പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാല് റൂം ടെമ്പറേച്ചറിലാക്കി വെച്ചിരിക്കുന്ന പാലാണ്. ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം പാലൊക്കെ ഇവിടെ പതുക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്ത സേമിയ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത സേമിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു 1-2 ടേബിൾ സ്പൂൺ നെയ്ക്കകത്ത് ആ സേമിയ ഒന്നിട്ട് വറുത്തതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം നമ്മുടെ ഫ്ലെയിം ലോയിൽ നിന്ന് ഒരു മീഡിയത്തിലേക്ക് നമുക്ക് ആക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാനിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് ഒരു 3 ഏലക്കയാണെങ്കിലും ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുത്തിട്ട് കുറച്ച് കാഷ്യൂനട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് സേമിയയുടെ മുകളിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർസ്കോച്ച് സേമിയ പായസം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി ഒന്നും പറയാനില്ല. അതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാലേ അതിൻ്റെ ടേസ്റ്റിനെ പറ്റി മനസ്സിലാവുള്ളൂ.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് ഇത് ഒന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ആറിയതിന് ശേഷം ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളിത് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ആറിയതിന് ശേഷം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ സെർവ് ചെയ്യാം. അതല്ല ചിലർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് താല്പര്യമുള്ളവർക്ക് നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷവും നമുക്ക് ഈ പായസം സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പായസം തണുത്ത് കഴിഞ്ഞിട്ട് ഒരിച്ചിരി കുറുകി പോയിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്നെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ചത് ചൂടുപാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പം നമ്മൾ ഉറപ്പായിട്ടും പിന്നെയും ഈ പായസം ഉണ്ടാക്കും. അത്ര ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ളൊരു നല്ലൊരു സേമിയ പായസമാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി പുതിയൊരു വീഡിയോവുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.